ബി.ജെ.പിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. 2020 സീറ്റുകളിൽ ഉൾപ്പെടെ ഉദ്വേഗം ഇപ്പോഴും തുടരുകയാണ്. കുന്നത്തനാട്ടിൽ മുൻ DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ NDA സ്ഥാനാർത്ഥിയാകുമെന്നതാണ് NDA ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, ചൊവ്വാഴ്ചയോട് കൂടിയിട്ടാണ് സ്ഥാനാർത്ഥി പട്ടിക വരിക എന്നുള്ളതാണ് NDA ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആദ്യമേ തന്നെ നേരത്തെ തന്നെ പ്രചാരണത്തിനടക്കം തുടക്കം കുറിച്ചിരുന്നു. ഈ BJPയെ സംബന്ധിച്ച് NDAയെ സംബന്ധിച്ച് ഈ നിയമസഭയിലേക്ക് ഒരു സീറ്റുകൾ നേടുക എന്നതിലുപരി വലിയ തരത്തിൽ വോട്ട് ഷെയർ കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നും NDA ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ബാബു ദിവാകരന്റെ അടക്കം പുതിയ വിവരങ്ങൾ കൂടി ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? എപ്പോഴേക്ക് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും? BJPയെ സംബന്ധിച്ച് ഇത്തവണ വളരെ നിർണായകമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് നേമത്ത് അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് കഴിഞ്ഞ തവണ അത് അക്കൗണ്ട് പൂട്ടി എന്ന് LDF വളരെയധികം അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സീറ്റ് ഇത്തവണ നേമത്ത് മാത്രമല്ല മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ഇത്തവണ വിജയം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് BJP നടത്തുന്നത്. നമുക്ക് നേരത്തെ അറിയാം, സാധാരണ BJP അവരുടെ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും പാലക്കാടും മഞ്ചേശ്വരത്തും ഒക്കെ എല്ലാ നേതാക്കളും ഇറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ചൊവ്വാഴ്ചയോടുകൂടി, അതായത് നാളെ കഴിഞ്ഞ ദിവസം അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ഈ പറയുന്ന പല ആറന്മുള കുമ്മനം രാജശേഖരൻ, അങ്ങനെയും ഏകദേശം 10-20ഓളം ആളുകളുടെ പട്ടിക പൂർത്തിയായി. പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുന്നത്താട് ബാബു ദിവാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ചു വരുന്നവരുടെ ഒരു സാധ്യത കൂടെ BJP നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലം, നിലവിൽ തിരുവനന്തപുരത്തെ കരമന ജയനെയാണ് അവർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് VS സുകുമാർ ഒരു പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വന്നാൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള നീക്കങ്ങൾ കൂടി BJP നടത്തുന്നുണ്ട്. അത്തരം നീക്കങ്ങൾക്കും അവർ ശ്രമിക്കുന്നു. ഏതായാലും വളരെ നിർണായകമാണ് BJPക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അതിന് ഈ പ്രത്യേകിച്ച് 30,000-ന് മുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് നേടിയ 32 മണ്ഡലങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി 15 A+ മണ്ഡലങ്ങളും അതിൽ നിന്ന് 6ഓളം മണ്ഡലങ്ങളിൽ, നിയമം ഉൾപ്പെടെയുള്ള മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് പ്രവർത്തനം കേന്ദ്രീകരിക്കാനാണ് BJPയുടെ നീക്കം. VS അനു, എന്തായാലും ഈ പറഞ്ഞതുപോലെ 2020 അടക്കമുള്ള ആളുകൾ അതിന്റെ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലാണ് കൂടുതൽ സസ്പെൻസ് നിലനിൽക്കുകയും ചെയ്യുന്നത്. അത്തരം സീറ്റ് പങ്കുവെക്കുന്നതിലുള്ള ധാരണയൊക്കെ ആയിട്ടുണ്ടോ NDAയിൽ? നിലവിൽ പൂർണ്ണമായും ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. 2020ക്ക് ഏകദേശം 12 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ തന്നെ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അവർ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ BDJSന് കഴിഞ്ഞ തവണ കൊടുത്ത 35 സീറ്റുകൾ തന്നെ നൽകണം എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. കാമരാജ് കോൺഗ്രസ് 5 സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. അതിൽ നെയ്യാറ്റിൻകര സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടി അത് നൽകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അങ്ങനെ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം ഇതുവരെയും പൂർത്തീകരിക്കാത്തതാണ്. ഒരുപക്ഷേ നേരത്തെ പ്രഖ്യാപനം ചിലയിടങ്ങളിൽ അവർ സ്ഥാനാർത്ഥികൾ ചുവരെഴുത്തുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ പൂർണ്ണ തോതിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. ഏതാണ്ട് ചൊവ്വാഴ്ചയോടുകൂടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുവിധം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് BJP നേതാക്കൾ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശരി VS അനു, വ്യക്തമാണ്.